ടീമേ എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേട്ടാ. അപ്പോൾ എൻ്റെ വീട്ടിലാണ്. ഇപ്പോൾ സമയം ഇപ്പോൾ രാത്രി 10:30 ആയിട്ടുണ്ട്. അപ്പം ഞങ്ങളൊരു ചെറിയൊരു ഗെയിം പ്ലാൻ ചെയ്തിട്ടുണ്ട്. വേറൊന്നുമല്ല, ഫുഡ് ചലഞ്ചാണ്. അപ്പോൾ അതിനായിട്ട് എല്ലാവരും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈറ്റിംഗ് ചലഞ്ച് എന്ന് പറയുമ്പോൾ ചെന്നെങ്കിൽ വന്നപ്പോൾ തുടങ്ങി പ്ലാൻ ചെയ്യണം. ഒരുപാട് കുട്ടിപ്പെട്ട ആളുള്ളൊരു വീടാണ് കേട്ടോ. അപ്പോൾ ഇവരുടെ ചെറിയൊരു ഫാമിലിയും ഇവരുടെ കൂട്ടുകാരൊക്കെ മാത്രം ഇപ്പോൾ ചെറിയ പിള്ളേരെ മത്സരിക്കണം. ആദ്യം തന്നെ കപ്പ, നിങ്ങൾ അവിടെ നിന്ന് ചീനി, അപ്പോൾ ചാളക്കറിയും ചീനിയുമാണ് മത്സരത്തിന്. അപ്പോൾ നിങ്ങൾ ചീനി മത്തി എന്ന് പറയുമല്ലേ? അവരൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിയേ. ഓക്കെ, പരിചയപ്പെടുത്താം. പേര് പറഞ്ഞോ. ജെറമി. ഇത് ജെറമ്യാന്നാണ് കേട്ടോ പേര്. ജെറമ്യയുടെ 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഈ കൊച്ചിനെ ആർക്കും അറിയാൻ പാടില്ലേ? പേര് പറഞ്ഞേ. നദാനിയ. എത്ര പഠിക്കുന്ന നയമ? അല്ല, നദാനിയ യുകെജില്. അടുത്തത് ഷെബി. എത്ര പഠിക്കുന്നത്? 10ല്. അടുത്ത എന്നെക്കാളും നീളമുണ്ട് കേട്ടോ. എത്ര പഠിക്കുന്നത്? 9ല്. ഇത് പറ. ഏഞ്ചൽ. എന്റെ അനിയത്തിമാരാണ്. ഏഞ്ചൽ എത്ര പഠിക്കുന്നത്? 6ല്. ആൽവിയ. 7ല്. പിന്നെ നമ്മുടെ തുമ്പി. എന്റെ പേര് ആലിയ. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഡാൻസർ ആണ് കേട്ടോ. പിന്നെ നമ്മുടെ ശോഭൽ. അങ്ങോട്ട് നോക്കി പറയും. ശോഭൽ 2ാം 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ശോഭല്. പിന്നെ ജോബിൻ. 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് കേട്ടാ. അപ്പൊ നമുക്ക് മത്സരിച്ചാലാ? അപ്പൊ ഇത് കാണാൻ വേണ്ടി ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ. ഇതൊക്കെ അപ്പൊ ഇവരൊക്കെ മത്സരിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഇത് കണ്ട ഒരു ഗ്രാമം തന്നെ ഉണ്ട് ഇവിടെ കാണാനായിട്ട്. പൊന്നൂസ് തിന്ന് തീർത്താണ് ഞാൻ. പൊന്നൂസ് ഇട്ട് കൊടുക്ക്. മത്സരത്തിന് മുമ്പ് തന്നെ പൊന്നൂസ് തിന്ന് തീർത്ത്. അപ്പൊ ഈ മത്സരത്തിന്റെ റൂൾസ് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഇത്തിരി വെള്ളം കൂടി വെക്കണം. എല്ലാവർക്കും വെള്ളം വെച്ചിട്ട് നമുക്ക് തുടങ്ങാം. അപ്പൊ ഇത് നിബന്ധനകൾ പറയണതാണ്. ഇത് ഏറ്റവും ആദ്യം തിന്നിറക്കുന്ന ആൾക്കാർ, വെറുതെ തിന്നിരുത്തല്ല, നല്ല നീറ്റായിരിക്കണം പ്ലേറ്റ്. ഏറ്റവും ആദ്യം തിന്നിറക്കുന്ന ആൾക്കാർക്ക് അടിപൊളി സമ്മാനം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നല്ലൊരു കൈഡി കൊടുത്തേ. അപ്പൊ ഇവര് 1, 2, 3 എന്ന് പറയുമ്പോ നിങ്ങൾ കഴിക്കണം. പറയോ? 1, 2, 3 സ്റ്റാർട്ട്. അത് ആരായിരിക്കണം? പേര് പറ. എടുത്തിട്ടാ പേര് പറ. ആരാ ലീഡ് ചെയ്യണ? ജെറമ്യാവ്. ഏഞ്ചൽ ലീഡ് ചെയ്യണ. ഏഞ്ചൽ ആരാ ലീഡ് ചെയ്യണ? പൊന്നൂസ് ലീഡ് ചെയ്യണ. ഇതാരാ? പേരെന്താ? ജെറമ്യാണ് ഇപ്പൊ ഫസ്റ്റ് അടിച്ചിരിക്കുന്നത്. ജെറമ്യ കൊണ്ടുവന്ന് വന്ന പ്രൈസ് പറഞ്ഞു ശ്യാമ എന്ന് പറഞ്ഞു. ഏഞ്ചൽ ഒട്ടും കുറവില്ലട്ടാ. ഏഞ്ചൽ അടിക്കുന്നതാണ്. എവിടെ? 10 സെക്കൻഡ് ഉണ്ട്. 10 സെക്കൻഡ് ഉണ്ട്. വെള്ളം കുടിക്കാം. പുള്ളിയുടെ പേരെന്താ? രണ്ടാമത്താരാ? സെക്കൻഡ് പ്രൈസിലായിട്ട് ഇതാ ജോബിനും അതാ ജെറമിയാവ് തീർത്തിരിക്കുകയാണ്. പൊന്നൂസ് ജയിച്ചു. എല്ലാരും മത്സരിക്കൂ. അടുത്ത വാശിയേറിയ മത്സരം തുടങ്ങിയാണ്. അടുത്താരാ? ഇവിടെ തീർത്ത്. ഷെബിൻ 5ാമത്തെ സ്ഥാനത്തിലേക്ക് വന്നിരിക്കുകയാണ്. 4ാമത്തെ സ്ഥാനം. അടിപൊളി. അപ്പൊ ഫസ്റ്റ് മത്സരം ഇവിടെ അവസാനിച്ചേട്ടാ. അപ്പൊ പ്രൈസ് ഇപ്പത്തെ കൈയോടെ കൊടുത്തോളാം. അപ്പൊ ആദ്യത്തെ റൗണ്ടിൽ ഫസ്റ്റ് ചെയ്ത് വന്നേക്കണ ആരാണ്? ടേബിളിവിടെ എല്ലാവരും കൈ കൊടുത്തേ. ഇപ്പൊ രണ്ടാമത്തെ താരം കൊടുക്കും. രണ്ടാമത്തെ ആരാ? ജോബിൻ. മൂന്നാമത്തെ ആരാണ്? അടുത്ത റൗണ്ടിലേക്ക് പോയാലോ നമുക്ക്? അപ്പൊ അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാലോ? നിങ്ങൾ എന്താ പറയണ? സ്റ്റാർട്ട് ചെയ്യട്ടെ.
ഇത് ജയിച്ച ടീമൊക്കെ ഇവിടേക്ക് ഉണ്ട്. അപ്പൊ നമുക്കേ ഓരോരുത്തരെ പരിചയപ്പെടുത്താല. ഫസ്റ്റ് നിൽക്കുന്ന ആരാ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ? ആർക്കും മനസ്സിലായില്ല ആരാ? അളിയൻ. തങ്കുവാണ്, എന്റെ ആങ്ങളെയാണ്. അടുത്തത് ജോമോള്. പറ അവര് പേര് പറഞ്ഞോളൂ. അവര് ജോമോള്, പേര് പറ. ഫെബിൻ, ജിജോ, 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 സച്ചു, സച്ചു, അഭിജിത്ത്. അപ്പൊ ഇവരുടെ വാശിയേറിയ മത്സരം കേട്ടോ. ആ റൂൾസ് ആൻഡ് റെഗുലേഷനൊക്കെ അറിയാല. അപ്പൊ റൂൾസ് അറിയാല. അപ്പൊ നമുക്ക് തുടങ്ങിയാല. അപ്പൊ നിങ്ങൾ പറയല്ലോ, കൗണ്ട് ചെയ്യൂലേ? റെഡി 1 2 3 സ്റ്റാർട്ട്. അതെ തങ്കു വീഴുകയാണ് മത്സരിക്കാൻ വേണ്ടിട്ട്, വിജയിക്കാൻ വേണ്ടിട്ട്. വെള്ളം കൂട്ടി കുടിക്കാണ്. അഭി വിജയിക്കാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. അതെ ജിജോ ഒട്ടും പറയില്ല. ജിജോയും സമ്മാനം ഇവിടെ ഇരിക്കുന്നുണ്ട്. സമ്മാനം ആരെല്ലാം ആർക്കും വിട്ടുകൊടുക്കില്ല. പേടിക്കൂ. ആരാ ജയിക്കണ? ആരാ? അഭിജിത്ത് തന്നെ. അഭി തന്നെ ഇതിന് വിന്നറാകുമെന്ന് പറഞ്ഞിട്ട് വെള്ളം കുടിക്കും. സെക്കൻഡ് ആരാ? സച്ചു വിട്ടുകൊടുക്കൂല എന്ന് പറഞ്ഞു. സച്ചു പുറകെ തന്നെ ഉണ്ട്. സച്ചു പുറകെ തന്നെ. തീർന്നിട്ടില്ല. അഭിജിത്ത് തന്നെ ഇതിന് മത്സരത്തിൽ വിജയി. അതെ അഭിജിത്ത്. പുറകിലുണ്ട്. പുറകിലല്ല, സച്ചു ഒട്ടും പുറകിലല്ല. വിജയിച്ചിരിക്കുകയാണ്. ഒരു വലിയ അഭിജിത്ത്. സെക്കൻഡ്. സച്ചു ഇതാ രണ്ടാമത്തെ വിജയത്തിലേക്ക് കുതിക്കുകയാണ്. സച്ചു അതെ വലിയ ചിരിച്ചു വീഴുന്നു. അടുത്ത സെക്കൻഡ് തേർഡ്. മൂന്നാം സ്ഥാനം. ജിജോ തന്നെ. സച്ചു ഫിനിഷ്. രണ്ടാമത്തെ ഫിനിഷ്. മൂന്നാം സ്ഥാനം. മൂന്നാം സ്ഥാനത്ത് ജിജോയും കെവിനും ജോമോളും മൂന്നാം സ്ഥാനം. തങ്കു മൂന്നാം. അതെ വാശിയേറിയ മത്സരം. മൂന്നാം ആർക്കും വിട്ടുകൊടുക്കൂല എന്ന് പറഞ്ഞു നിന്നോണ്ടിരിക്കുകയാണ്. മൂന്നാം സ്ഥാനം. ഷെഫ് അളിയൻ. കമോൺ ഇല്ല ഈ ജോമോൾ തന്നെ ഇതിൽ വിജയിക്കും. ഏക പെൺതരി ജോമോൾ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞോണ്ടിരിക്കുകയാണ്. ജോമോൾ എന്ത് പറയുന്നുണ്ട്? എന്താ പറയാ അളിയൻ? എന്താ പറയാനുള്ളത്? പറ്റൂലേ? മത്സരത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് വിജയശ്രീ ലാളിതരാകാൻ പോകാൻ നിമിഷങ്ങൾ മാത്രം. ജിജോ എന്റെ അനിയനെ പറ്റി പറയാനാണെങ്കിൽ അവൻ കഴിക്കുന്നില്ല. കഴിക്കടാ. വിജയത്തിലേക്ക് കുതിക്കാൻ ജിജോ റെഡിയായിരിക്കുകയാണ്. സമ്മതിക്കില്ല. കഴിക്കാൻ പറ്റുമെങ്കിൽ കഴിച്ചാ മതി. അതെ വീട്ടിലിരുന്ന് കഴിക്കുന്ന പോലെ കഴിക്കുകയാണ്. ജോമോൾ മത്സരിക്കൂ. അപ്പൊ നമുക്ക് മൂന്നാം സ്ഥാനം. ജിജോ കൈയടി. ആരാണ് വിജയിച്ചത് ഫസ്റ്റ്? എന്താണ് അഭിജിത്തിന് എന്താ പറയാനുള്ളത് ഈ മത്സരത്തെ കുറിച്ച്? അടിപൊളിയായിരുന്നു. വയറേറിഞ്ഞ് മനസ്സിൽ നിറഞ്ഞ് അടിപൊളിയല്ലേ? അടിപൊളി. അപ്പൊ താരം കൊടുക്കും സമ്മാനം. രണ്ടാം സമ്മാനം ആയിരിക്കാ? സച്ചിന് എന്താ പറയാനുള്ള? അടിപൊളിയായിരുന്നു. എങ്ങനെയുണ്ട് മത്സരിച്ചപ്പോ? ആരെക്കൂടി മത്സരിച്ച?
അനുസരിച്ച് അടിപൊളിയായിരുന്നു. അടിപൊളിയായിരുന്നില്ലേ? കൊടുങ്ങി. താനെ കൊടുക്കൂ, സമ്മാനം കൊടുക്കൂ. 3-ാം സമ്മാനം ടിഷ്യൂ പേപ്പർ. എന്താണ് 3-ാം സമ്മാനം കിട്ടിയതിനെ കുറിച്ച് പറയണേ? നല്ല ഗെയിമായിരുന്നു, ഇഷ്ടപ്പെട്ടു. ഇനി വേണം. അടിപൊളി. ഇത് ഒരു വലിയ കൈയടി. ഇനി മത്സരിക്കുന്നുണ്ട് ആരെങ്കിലും? അതെ, നമുക്കിനി വലിയവരെ കൊണ്ട് മത്സരിപ്പിക്കാം. വലിയ ആൾക്കാരെ കൊണ്ട് മത്സരിക്കും. അപ്പൊ ഇതുവരെ നമ്മൾ കണ്ടത് കൊച്ചു പിള്ളേരുടെ മത്സരമാണ്. ഇപ്പൊ ഇവിടെ ഞങ്ങളുടെ വലിയ ആൾക്കാരുടെ മത്സരമാണ് നടക്കുന്നത്. ഞങ്ങളുടെ അമ്മമാരുടെയും അച്ഛന്മാരുടെയും മത്സരമാണ്. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. കാരണം അവരെല്ലാവരും ആദ്യമായിട്ടാണ് ഫുഡ് ചലഞ്ചിൽ നിൽക്കുന്നത്. ഇതുവരെ അവർ വീട്ടിൽ നിന്ന് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. ഇപ്പോഴാണ് ഇവര് മുന്നോട്ട് വന്നിരിക്കുക. അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം. അപ്പൊ എല്ലാവരും കൈയടിച്ചോളൂ. സ്റ്റാർട്ട് ചെയ്യാം. 2, 3 സ്റ്റാർട്ട്. Up, 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 up. ഇതാ. ഇതിനാകാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചേച്ചി പുറകെ തന്നെ ഉണ്ട്, വിട്ടുകൊടുക്കൂല. അതായത് രാജ്യമ്മയാണ് ഫസ്റ്റ് ആയിട്ട് നിക്കുന്നത്. ഷൈമോളാൻഡി ടീം ബിജുബാബൻ അടുത്ത രണ്ടാം സ്ഥാനം ബിനോയ് മാമൻ. പൊന്നൂസിന്റെ പപ്പ ബിനോയ് മാമൻ. രണ്ടാം സ്ഥാനം ബിനോയ് മാമൻ. രണ്ടാം സ്ഥാനം ലതിയാനി. രണ്ടാം സ്ഥാനം ലതിയാനി. അടിപൊളി. ഒരു വലിയ കൈയടി. ശരിക്കും ഇപ്പൊ എന്താണ് പറയാനുള്ളത്? അവസാനമായിട്ട് ടീമും താരച്ചേച്ചി മാത്രമാണ് വന്നിരിക്കുന്നത്. അടിപൊളി കപ്പയും അടിപൊളി. ഞാൻ ഇതുവരെ എന്റെ ചാനലിൽ ഗെയിം ഇട്ടിട്ടില്ല. മൈക്കുണ്ട്, ഗെയിം ഇട്ടിട്ടില്ല. അടിപൊളി. ഷാജി പാപ്പ അടിപൊളിയായിരുന്നു, നല്ല സെറ്റാണ്. ചേച്ചി വിജയിക്കുമെന്ന് ഇല്ല, വിചാരിച്ചു. അമ്മയമ്മ അവളും ചേച്ചി ഒരു വീട്ടിലേക്ക് സമ്മാനം പോണ ഒരു വീട്ടിലേക്ക്. ഹായ് ഗൈസ്, ഗെയിം സൂപ്പറാണ് ഗൈസ്. സൂപ്പറാണെന്നില്ല എല്ലാരും. അപ്പൊ പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട്